ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ആരാണെന്ന് നമുക്കറിയാമല്ലോ, അമേരിക്കയാണ്. ഈ അമേരിക്കയെ എങ്ങനെ ചൊറിയണം എന്നുള്ളത് കൃത്യമായി അത് റഷ്യക്കാർ പറഞ്ഞു പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ അവർ കാണിച്ചു തരും. അതിൻ്റെ ചില കഥകളാണ് ഇനി പറയാനുള്ളത്. നമുക്കറിയാമല്ലോ, ഇസ്രയേലും ഇറാനുമായിട്ട് വലിയ സംഘർഷമുണ്ടായി. അതിൽ അമേരിക്ക ഇടപെട്ടു. അമേരിക്ക നേരത്തെ തന്നെ ഇറാനെ അവരുടെ ശത്രു രാജ്യമാക്കി പ്രഖ്യാപിച്ചിരുന്നു. അവിടെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ എന്തോ ആണവ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നൊക്കെയാണ് അമേരിക്കയുടെ ആരോപണം. പക്ഷേ അത് തെളിയിക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെ പോയി അവരുടെ ആണവ നിലയങ്ങൾ, അത് അവിടെ ആണവ വൈദ്യുത നിലയമാണെന്ന് പറയുന്നു, ആണവ ആയുധം നിർമ്മിക്കുന്ന നിലയമാണെന്ന് പറയുന്നു, എന്തോ അവിടെ പോയി ബങ്കർ ബസ്റ്റർ ബോംബൊക്കെ ഇട്ടിട്ടാണ് അമേരിക്ക ആ യുദ്ധം ഏതാണ്ട് അവസാനിപ്പിച്ചത്. ആ കഥ അങ്ങനെ തുടരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ റഷ്യ ഇറങ്ങി കളിക്കുകയാണ്. കാരണം ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇറാൻ അടിതെറ്റിപ്പോയതിൻ്റെ പ്രധാന കാരണം, ഇറാന് കരസേനയുണ്ട്, പക്ഷേ വ്യോമസേന കുറവാണ്. അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വിമാനങ്ങൾ നമ്മുടെ ഇസ്രയേലിൻ്റെ വിമാനങ്ങളെ എതിരിട്ട് നിൽക്കാനായിട്ടുള്ള ശേഷിയില്ലാത്തതാണ്, കാലപ്പഴക്കമേറിയതാണ്. ഇസ്രയേലിൻ്റെ കയ്യിൽ അമേരിക്കൻ നിർമ്മിത F-16 ഉണ്ട്, F-35 ഉണ്ട്, അതടക്കമുള്ള അത്യന്താധുനിക യുദ്ധ സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇസ്രയേലിൽ. അപ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷം നടന്ന സമയത്ത് ഇറാൻ്റെ ആകാശം അടക്കി ഭരിച്ചത് ഇസ്രയേലാണ്. നിർബാധം ഇസ്രയേൽ വിമാനങ്ങൾ ഇറാൻ്റെ ആകാശത്തു കൂടി തലങ്ങും വിലങ്ങും പാഞ്ഞപ്പോൾ ഇറാന് അത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. അവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇറാന് അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയത്. പക്ഷേ അവർ അതിനെ പ്രതിരോധിക്കാനായിട്ട് അവർ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉപയോഗിച്ച് പ്രത്യാക്രമണമൊക്കെ നടത്തിയിരുന്നു. എന്തുമായിക്കോട്ടെ, ഇപ്പോൾ റഷ്യ അവിടെ ഇറങ്ങി കളിക്കാൻ കാരണം, റഷ്യ ഇറാന് അവരുടെ ഈ Su-35 സുഖോയ് 35 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഒന്നും രണ്ടുമല്ല, 48 എണ്ണം. അപ്പോൾ ഇത് സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഈ ഇറാൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഉപരോധം നേരിടുന്ന ഒരു രാഷ്ട്രമാണ്. റഷ്യയും അതേ സമാനമായ ഉപരോധം നേരിടുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നു. അതുമാത്രമല്ല, രണ്ടുപേർക്കും ഒരു പൊതു ശത്രു ഉണ്ട് താനും. അപ്പോൾ ഈ സുഖോയ് 35 എന്ന് പറയുന്നത് അത്യന്താധുനിക യുദ്ധവിമാനങ്ങളാണ്. അപ്പോൾ റഷ്യ ഒരു കാര്യം ഏറ്റെടുത്തു, നിങ്ങൾക്ക് ഈ 48 യുദ്ധവിമാനങ്ങൾ തരുന്നതിനോടൊപ്പം നിങ്ങളുടെ പൈലറ്റുമാർക്കുള്ള വിദഗ്ധ പരിശീലനവും ഞങ്ങൾ ഉറപ്പ് നൽകാം. അപ്പോൾ ഈ 48 യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിനായിട്ടുള്ള പൈലറ്റുമാരും റിസർവ് പൈലറ്റുമാരടക്കമുള്ളവർ റഷ്യയിൽ ഒരു സംഘമായിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് ഈ സുഖോയ് 35ൻ്റെ വിവരങ്ങളാണെങ്കിൽ, ഇപ്പോൾ പുറത്തു വന്ന മറ്റൊരു വാർത്ത, റഷ്യ രഹസ്യമായിട്ട് അവരുടെ ഏറ്റവും അത്യന്താധുനിക വിമാനമായ സുഖോയ് 57 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണ് സുഖോയ് 57. അതിൽ ഇറാൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഔദ്യോഗികമായിട്ടല്ല, അനൗദ്യോഗികമായിട്ട് ഉള്ള വിവരമാണ്. ഔദ്യോഗികമായിട്ട് രണ്ട് കൂട്ടരും തമ്മിൽ ഈ സുഖോയ് 35ൻ്റെ കാര്യത്തിൽ മാത്രമേ ധാരണയായിട്ടുള്ളൂ. അപ്പോൾ ഈ 57ൽ പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രയേലിൻ്റെ കൈവശമുള്ള F-35നെ നേരിടാൻ വേണ്ടി കണക്കാക്കിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഈ ഇറാനും റഷ്യയും തമ്മിൽ ഈ സുഖോയ് 57 വിമാനങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയും യാതൊരു വിൽപ്പന കരാറും ഉണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിശീലന പരിപാടിയും ഏർപ്പെട്ടിട്ടുമില്ല. പക്ഷേ എന്നിട്ടാണ് ഈ രഹസ്യമായി ഈ ഇടപാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാം. കാര്യം, റഷ്യ ഇറാന് ഈ സുഖോയ് 57 വിമാനങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിൽക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചതാണ്. പക്ഷേ ഇറാൻ ഇക്കാര്യത്തിൽ ഇതുവരെ അനുകൂല നിലപാട് എടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്ന എയ്റോ ഷോ കഴിഞ്ഞിട്ട് മടങ്ങിയ റഷ്യൻ സുഖോയ് 57 വിമാനം ഇന്ധനം നിറയ്ക്കാനെന്ന പേരിൽ ഇറാനിലെ ബാന്ദാർ അബ്ബാസ് വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ വ്യോമതാവളത്തിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇറാനിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ വിമാനം നേരിട്ട് കാണാനും അതുമായി ബന്ധപ്പെട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കാനുള്ള അവസരവും കൂടി റഷ്യ ഒരുക്കി കൊടുത്തു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സുഖോയ് 57 വിമാനങ്ങൾ അടുത്തറിയാനായിട്ടുള്ളൊരു അവസരവും കിട്ടി. അതിന് പിന്നാലെയാണ് ഈ സുഖോയ് 57 വിമാനങ്ങളിൽ രഹസ്യമായിട്ട് റഷ്യ ഇറാൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നത് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ ഇറാൻ ഒരു പക്ഷേ സുഖോയ് 57 വാങ്ങിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കഥ കൂടി, അമേരിക്കയും വെനസ്വേലയുമായിട്ട് വലിയ സംഘർഷം നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയാമല്ലോ. ഏതാണ്ട് യുദ്ധപ്രഖ്യാപനം സമീപഭാവിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. കാരണം അമേരിക്ക അവിടെ വലിയ രീതിയിൽ സേനാ വിന്യാസം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10,000-ഓളം വരുന്ന സൈനികർ, വിമാനവാഹിനി കപ്പൽ, അത് USS ജെറാഡ് ഫോർഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ തന്നെ
ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ്. ഇതുകൂടാതെ മറ്റു പല യുദ്ധക്കപ്പലുകളും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ന്യായീകരണം ഈ മേഖലയിൽ വലിയ കള്ളക്കടത്ത് നടക്കുന്നു, അവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥ കാരണം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ള അജണ്ടയുടെ പുറത്താണ് അമേരിക്കൻ സേന അവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ അദ്ദേഹം 2024 അവിടെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിനെ പോലും അമേരിക്ക അംഗീകരിക്കുന്നില്ല. അതിൽ ന്യായീകരണമുണ്ട്. കാരണം അദ്ദേഹം ഈ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നത്. അദ്ദേഹത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം അന്നും ഇന്നും അവിടെ നടക്കുന്നുണ്ട് താനും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വെനസ്വേലയെ സഹായിക്കാൻ വേണ്ടി റഷ്യ അവിടെ പറന്നിറങ്ങുകയാണ്. അതും ഒരു യുദ്ധവിമാനമല്ല, ഒരു കൂറ്റൻ ചരക്ക് വിമാനം. IL-76 എന്ന് പറയുന്ന റഷ്യയുടെ കൂറ്റൻ ചരക്ക് വിമാനം അവിടെ വന്നിറങ്ങുന്നു. ആ വിമാനം വന്നിരിക്കുന്നത് ഈ അവിയാക്കോൺ സിൽട്രോൺസ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ യുദ്ധസാമഗ്രികൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ വിമാനമാണ് അവിടെ വന്ന് ഇറങ്ങിയത്. 2023 അമേരിക്ക ഈ കമ്പനിക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. കാരണം പല രാജ്യങ്ങളിലേക്കും ഈ വിമാനം പോയിട്ട് യുദ്ധോപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. അത് ചില ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ പോലും ഈ വിമാനം പോയി യുദ്ധോപകരണങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെനസ്വേലയുടെ തലസ്ഥാനമായ കാർക്കാസസിൽ ഈ വിമാനം വന്ന് ലാൻഡ് ചെയ്തത് വെറുതെ വന്നതല്ല. അതിനകത്ത് വെനസ്വേലയെ സഹായിക്കാൻ പര്യാപ്തമായ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭീഷണിയെ ചെറുക്കാൻ പര്യാപ്തമായ ആയുധങ്ങളുമായിട്ടാണ് ഈ വിമാനം അവിടെ വന്ന് ലാൻഡ് ചെയ്തത് എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഈ വിമാനം കഴിഞ്ഞ ഒക്ടോബർ 22 റഷ്യയിൽ നിന്ന് പുറപ്പെട്ടിട്ട് അത് വരുന്ന വഴിക്ക് ആർക്കും ഒരു സംശയം തോന്നാത്ത തരത്തിൽ പല രാജ്യങ്ങളിലൂടെ കറങ്ങി തിരിഞ്ഞിട്ടാണ് വെനസ്വേലയിൽ വന്നത്. ആദ്യം പോയി അൾജീരിയയിൽ പോയി, അവിടുന്ന് പിന്നെ മൊറോക്കോ, പിന്നെ സെനഗൽ, പിന്നെ മൗറിറ്റാനിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് പതുക്കെ കറങ്ങി തിരിഞ്ഞാണ് വെനസ്വേലയിൽ വന്ന് ലാൻഡ് ചെയ്തത്. അപ്പോൾ ആർക്കും സംശയമില്ല, ഈ വിമാനത്തിൻ്റെ അസ്വാഭാവികമായ നീക്കത്തിൽ ആർക്കും സംശയം തോന്നാതിരിക്കാനും പിന്നെ ഇതിനകത്തുള്ള ചരക്ക് എന്താണ് എന്ന തരത്തിൽ കൃത്യമായ നിഗമനങ്ങളിലേക്ക് എത്താതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്രമീകരണം നടത്തിയത് എന്നുള്ള വാർത്തകളും വരുന്നു. ഇത് റഷ്യ മാത്രമല്ല കേട്ടോ, ഈ അമേരിക്ക യുദ്ധകാഹളം മുഴക്കുന്ന സാഹചര്യത്തിൽ ചൈനയും വെനസ്വേലയുടെ സഹായത്തിനുണ്ട്, ഇത്തരത്തിൽ വേണ്ട ആയുധങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇതിനോടകം തന്നെ വരുന്നുണ്ട്. ഏതായാലും അമേരിക്കയുടെ ഭീഷണി അതിനെ നെഞ്ചും പിരിച്ച് നേരിടുക എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ നയം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക എവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നോ അവരുടെയൊക്കെ പിൻബലമായിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹായത്തിനായിട്ട് റഷ്യ പാഞ്ഞെത്തുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇറാനിലും നടക്കുന്നത്, അത് തന്നെയാണ് ഇപ്പോൾ വെനസ്വേലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്.